പിറകിലായിട്ടെല്ലാം പൈനാപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ഇതിന് പിറകിൽ ആ ഭാഗങ്ങളിലേക്ക് എല്ലാം പൈനാപ്പിൾ തോട്ടങ്ങളാണ്. അടുക്കളയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അടുക്കള നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോംബോ ആണ്. സാധാരണ ഇതിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എൽ ഷേപ്പിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ. നമുക്ക് എന്തായാലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ഒരു 2 നില വീടാണോ ഇത് എന്നുള്ള കാര്യം ചിലപ്പോൾ ഒരു സംശയം തോന്നാം. പക്ഷെ ഇത് 2 നില തന്നെയാണ്. പക്ഷെ ആ കൊടുത്തിരിക്കുന്ന സാധാരണ ഇതിൽ കാണുന്ന പോലെ ഒരുപാട് ടെക്സ്ചർ വർക്കുകളോ അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺസോ ഒന്നും നമുക്ക് ഇവിടെ കാണാനില്ല. പുതിയ വീടുകളുടെ ഡീലുകൾ പലതരത്തിലാണ്. ആ ഡീലുകൾ പലപ്പോഴും പറയാറുണ്ട്, ചിലർക്ക് ടൗണിനടുത്തുള്ള ഡീലുകളാണ് വേണ്ടത്, ചിലർക്ക് എങ്കിൽ ഉള്ള ഏരിയയിലേക്ക് മാറി ഡീലുകൾ വേണം, പെട്ടെന്ന് നിന്ന ടൗണിലേക്ക് എത്താം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീലുകൾ പലതരത്തിലുള്ളത് ആളുകൾ ആവശ്യപ്പെടാറുണ്ട്. എല്ലാവരെയും എല്ലാ രീതിയിലും സംതൃപ്തരാക്കാവുന്ന തരത്തിലുള്ള ഡീലുകളൊന്നും നമുക്ക് എപ്പോഴും നൽകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ഡീൽ എന്താണെന്ന് വെച്ചാൽ, ടൗണിനൊക്കെ അടുത്ത് വേണ്ട, ഇത്തിരി ഉള്ളിലേക്ക് മാറിയിട്ടായാലും കുഴപ്പമില്ല, ഇച്ചിരി ശാന്തിയും സമാധാനവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലമായിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടേക്ക് എത്താനും പറ്റണം, ജോലിക്കൊക്കെ പോകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡീലായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത്. സ്റ്റാർട്ട് ഡീലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായി വീഡിയോയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് കേട്ടോ. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 4.2 സെന്റിനകത്തായിട്ട് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം ഉള്ള ഒരു വീടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, പഴന്തോട്ടം എന്നാണ്. എറണാകുളം ജില്ലയിലാണ് ഈ പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ പഴന്തോട്ടം ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് വെറും 600 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് പട്ടിമറ്റത്തേക്ക് ഏകദേശം 5ഓളം കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ഫേസ് 2 ദൂരം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് ഫേസ് 2 ഏകദേശം 9 മാത്രമാണ് ദൂരം കൃത്യമായിട്ടും ആ ഒരു ഭാഗത്തേക്കുള്ളത്. ഇനി ഇവിടെ നിന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കാം. അവിടേക്ക് നോക്കിയാൽ അതും ഏകദേശം 9.7 കിലോമീറ്റർ അത്ര മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ടൗണിന്റെ അടുത്ത് വേണ്ട, വളരെ അടുത്തായിട്ട് വേണ്ട, ഇച്ചിരി ഡിസ്റ്റൻസിലായാലും കുഴപ്പമില്ല, ഉള്ളിലേക്ക് കയറിയിട്ടായാലും നല്ലൊരു ഡീലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഡീലായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു വീടിന്. അപ്പോൾ ഇതൊക്കെയാണ് ദൂരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് എനിക്കൊന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, 5 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് മെയിൻ ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള വഴി ഇതാണ് ഈ ഒരു വഴി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെയും വീടുകൾ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. അപ്പോൾ പുതിയ വീടുകളും അതേപോലെ അവിടെ നോക്കിയാൽ കുറേ വീടുകൾ നമുക്ക് കാണാം. ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ മതിലിലേക്ക് നമ്മൾ നോക്കിയാൽ വലിയ ഡിസൈൻ വർക്കുകളൊന്നും മതിലില്ല. ആ സ്ക്വയർ ട്യൂബിന്റെ ഒരു ചെറിയ വർക്ക് മാത്രമാണ്, ഒരു വേലികൾ കെട്ടി തിരിച്ചിരിക്കുന്ന ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ വർക്ക് മാത്രമാണ് അവിടെ ആ ഒരു മതിലിൽ നമുക്ക് കാണാനുള്ളത്. ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് കാണാം. ഗേറ്റ് അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ ചെയ്തു, ഏകദേശം 5 അടിയിൽ അധികം ഉയരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തിരിക്കുന്നത്. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ച് തന്നെയാണ് ഗേറ്റിനെ നൽകിയിരിക്കുന്നത്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ2 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പിന്നെ ഗേറ്റിന്റെ ഈ 2 സൈഡിലുള്ള തൂണുകളിൽ ഡിനോസറിന്റെ മുട്ട കണക്കെയുള്ള LED ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗേറ്റിന്റെ ഒരു ഭാഗത്തുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ തള്ളി തുറന്നുകൊണ്ട് ഈ ഭാഗം പൂർണ്ണമായിട്ടും നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലുള്ള ഗേറ്റുകളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ ഡിസൈനിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീടിന്റെ ഡിസൈനിലേക്ക് നോക്കിയാൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ അല്ല, ഒരു ഫ്രണ്ട് എലിവേഷൻ അല്ല ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ഒരു 2 നില വീടാണോ ഇത് എന്നുള്ള കാര്യം ചിലപ്പോൾ ഒരു സംശയം തോന്നാം. പക്ഷെ ഇത് 2 നില തന്നെയാണ്. പക്ഷെ ആ കൊടുത്തിരിക്കുന്ന സാധാരണ ഇതിൽ കാണുന്ന പോലെ ഒരുപാട് ടെക്സ്ചർ വർക്കുകളോ അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺസോ ഒന്നും നമുക്ക് ഇവിടെ കാണാനില്ല. ആ പാരപ്പറ്റുകളുടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന അല്ലെ ഷെയ്ഡുകളുടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈനിന്റെ ആ ഒരു പൊലിമ എടുത്തു പറയേണ്ട കാര്യം തന്നെ. അവിടെ കുറച്ച് ഗോൾഡൻ വർക്കുകളോടൊക്കെ പെയിന്റ് വർക്കുകൂടെ വന്നിരുന്നെങ്കിൽ സംഗതി വേറൊരു ഡിസൈനായി മാറിയേനെ.
എന്നിരുന്നാലും നമുക്ക് എന്തായാലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ധാരാളമുള്ള LED ലൈറ്റുകളുടെ അതിപ്രസരമൊന്നും ഈ വീടിനകത്ത് നമുക്ക് സാധാരണയിൽ കാണാനില്ല. ഏറ്റവും മുകളിലെ വാരപ്പിന്റെ ഡിസൈനിലും അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പെയിന്റ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്കുകൾ ഇതിനകത്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം അവർ ആ ഒരു വൈറ്റ് കളറും പിന്നെ തൂണുകൾക്ക് ഒരു ഗ്രേ ചെറിയൊരു ടെക്സ്ചർ വർക്ക് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കസ്റ്റമൈസേഷൻ ഉള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പാവിംഗ് ബ്രിക്സ് ആണ് ഇവിടെ, സിമെന്റ് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗത്തായിട്ടെല്ലാം പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കയറി വരുന്നത് ഇവിടെയായിട്ട് നമ്മളുടെ കവേർഡായുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ എന്തിരുന്നാലും നമുക്ക് വലിയൊരു വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ തൂണിൽ നമ്മൾ നേരത്തെ കണ്ടു ആ ഒരു ഗ്രേ ടെക്സ്ചറിനകത്ത് ഒരു ബ്ലാക്ക് ലൈനുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ ഒരു ടെക്സ്ചർ വർക്ക്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം നല്ല തരത്തിലുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ മീറ്റർ ബോക്സിന്റെ സ്ഥാനം, ഈ ഭാഗത്തായിട്ടാണ് വരിക. ഇനി നേരെ നമുക്ക് മറുഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ട് നമ്മൾക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഗാർഡൻ ഏരിയയും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ് ഈ ഒരു വീടിനുള്ളിലായിട്ട് അല്ലെ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് വീടും ചുറ്റുമതിലും ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഈ ഒരു ഭാഗത്ത് ഇത്രത്തോളമാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടം വരെ ആ ഒരു സിമെന്റ് ബ്രിക്സിന്റെ സ്ഥാനമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറിയ ബേബി മെറ്റൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ടിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാണ് കേട്ടോ. 1-2 കസേരകൾ വേണമെങ്കിൽ നമുക്ക് ഇടാനുള്ള ഒരു സ്പേസ് സിറ്റ് ഔട്ടിനകത്തായിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ വാം കളർ ടോണുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. സിറ്റ് ഔട്ടിന്റെ തൂണിലും അതേപോലെ തന്നെ നല്ലൊരു ടെക്സ്ചർ വർക്കിന് ഇവർ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു കാർ പോർച്ചിന്റെ തൂണിൽ കണ്ട മാതിരിയുള്ള ടെക്സ്ചർ വർക്കാണ്. തടികളുടെ കാര്യം പറഞ്ഞാൽ തേക്കുണ്ട്, ആഞ്ഞിലിയുണ്ട്, മഹാഗണിയുണ്ട്. ഈ 3 മരങ്ങളാണ് ഇവിടെ തടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ. അതിനു മുമ്പ് പറയേണ്ട വേറെ കാര്യമുണ്ട്. ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്ത് ഡയറക്ഷനിലേക്കാണ്. മെയിൻ ഡോർ ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ മെയിൻ ഡോറിന്റെ കാര്യം പറഞ്ഞാൽ ഒരു 60-40 അനുപാതത്തിൽ 2 വശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിന്റെ ഒരു വലിയ ഡോർ ഹാൻഡിൽ കൊടുത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ 2 വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഡോറുകൾ തുറന്നുകൊണ്ട് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരാം. അപ്പോൾ നമ്മൾ നേരെ കയറി വരുന്നത് നമ്മളുടെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ TV യൂണിറ്റ് ഏരിയ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു കോർണറിലായിട്ടാണ് TV യൂണിറ്റ് ഏരിയ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 2 പാളികളുടെ ജനാലയുണ്ട്. ഇത് നമ്മളുടെ സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലയാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇതൊരു ചെറിയ സ്പേസിൽ ഇച്ചിരി കോർണറിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നേക്കാം. അപ്പോൾ അത് ചിലർക്ക് അത് ഇഷ്ടപ്പെടാം. എനിക്ക് പേഴ്സണലി എന്തായാലും ഇത്ര കോർണറിൽ ഇരിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ ആ ഒരു TV യൂണിറ്റ് ഏരിയ മറിച്ചത് ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ ഇവിടെ വെക്കാൻ സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്ന് തോന്നി. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ വർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഒരു പാർട്ടീഷൻ വർക്കും ചെയ്തിരിക്കുന്നത്. എല്ലാം CNC കട്ടിങ്ങുള്ള നല്ല ഡിസൈൻസ് വരുന്നു. ഇതിനകത്തൊക്കെ LED ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനോട് ചേർന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോർണർ സെറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് വരും ഈ ഒരു ഭാഗത്തായിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 4-5 പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള കോർണർ സെറ്റുകളിടാനുള്ള സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയും ഒരു ഏരിയയിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ വൈറ്റിൽ ചെറിയ ബ്ലാക്ക് ലൈൻസ് വരുന്ന തരത്തിലുള്ള ഡിസൈൻ വർക്കുകളാണ് ആ ഒരു ടൈലിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജിപ്സം സീലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തേക്ക് നോക്കിയാൽ സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും എല്ലാം വാം കളർ ടോണുള്ള LED ലൈറ്റുകളെയാണ് ഇവർ മൊത്തത്തിലായിട്ട് ഈ ഒരു സീലിംഗിനകത്തായിട്ട് ഇവർ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് മാറേണ്ടത്. ഈ ഒരു പാർട്ടീഷൻ സ്പേസിന് ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ സ്ഥാനം നമുക്ക് കാണാം. ഇവിടെയായിട്ട് ഒരു 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് DBയുടെ സ്ഥാനം കാണാം. സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്.
വി ഗാർഡിന്റെ വയറിംഗ് ആണ്, ലെഗ്രാൻഡിന്റെ സ്വിച്ചസ് ആണ്, ലെഗ്രാൻഡിന്റെയാണ് ELCB മറ്റു കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ സ്റ്റെയറിന്റെ അടിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനടിയിലായിട്ട് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സീലിംഗ് വർക്കിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിനകത്ത് ഓറഞ്ച് കളർ തീമിലുള്ള ഒരു പെയിന്റ് വർക്ക് കൊടുത്തിട്ട് അവിടെ സ്പോട്ട് ലൈറ്റുകളെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് മാറി അല്പം ഉള്ളിലേക്ക് ഇതൊരു L ഷേപ്പിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ. ഇവിടേക്ക് മാറിയിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയയുടെ സ്ഥാനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു വാഷ് ഏരിയ ഇവർ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും മൾട്ടിവുഡ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വലിയ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിററും കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വാട്ടേറോ എന്നൊരു കമ്പനിയുടെയാണ് ഈ ഒരു വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിന് ഇവരൊരു ഗ്രീൻ കളർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡിലായിട്ട് ഇവർ നാനോ വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടോപ്പിൽ എനിക്ക് തോന്നുന്നു മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ഗ്രീൻ മൈക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ എന്താ നേരെ തിരിച്ചായിരുന്നു വരേണ്ടത്, എന്താ ചെയ്തേക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും പക്ഷേ ഈ ഒരു മിററിന്റെ സ്ഥാനം ഇത്തിരി താഴ്ന്നതാണ് എന്ന് തോന്നി. കാരണം എന്നെ പോലെ ഹൈറ്റ് ഉള്ള, അതായത് ഒരു 5 അടി സംതിങ് ഒക്കെ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അല്പം കുനിഞ്ഞു നിന്ന് നോക്കേണ്ടി വരും. ഇവിടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നിരുന്നാലും നമുക്ക് വേണമെങ്കിൽ ഇത് ഹൈറ്റ് ആക്കാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു വാഷ് ബേസിന് താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ഡിസ്പെൻസറും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് അടുക്കളയിലേക്കാണ്. ഈ ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം. ഇപ്പോൾ ഓപ്പൺ കിച്ചണുകളാണ് ധാരാളം എല്ലായിടത്തും കണ്ടുവരാറ്. ക്ലോസ്ഡ് കിച്ചൺ വളരെ ചുരുക്കമാണ്, കുറച്ച് ആളുകൾ മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്ക് പേഴ്സണലി ഇഷ്ടം ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ അത്രയ്ക്കും ഇഷ്ടമല്ല. എൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടം ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് കിച്ചണാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഒരു റീസൺ, വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ മീൻ മറക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സ്മെല്ല് അല്ലെങ്കിൽ പുറത്തേക്ക് വരില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ചിമ്മിനി യൂസ് ചെയ്യുന്നില്ലേ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ സാധനം ഈ സ്മെല്ലെല്ലാം സക്ക് ചെയ്ത് പുറത്തേക്ക് പോയില്ലേ, ഒരിക്കലും വീടിനുള്ളിലേക്ക് പരക്കില്ലല്ലോ എന്നുള്ള കാര്യം. അത് ഒരിക്കലും പുള്ളിക്കാരിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇങ്ങനൊരു സംശയമുണ്ടോ? ഇങ്ങനൊരു കാര്യം ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ഇങ്ങനൊരു കൺസേൺ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിലും പെട്ട ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കും പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 വാഷ് ഗ്ലാസുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡോർ തുറന്നുകൊണ്ട് തടി കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ, റെഡിമെയ്ഡ് സ്കിൻ ഡോർസ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയുടെ ഉള്ളിലേക്ക് കയറാം. അടുക്കളയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അടുക്കള നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ. ഈ അടുക്കളയിൽ കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പോയാണ്. സാധാരണ ഇതിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ബ്ലൂവും ഗ്രീനും. ഇതിനകത്ത് ഗ്രീൻ നമ്മളുടെ ആ ഒരു വാഷ് ഏരിയയിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ഗ്രീൻ കളർ. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ഈ ഒരു വർക്കുകൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിന്റെ കാര്യം പറഞ്ഞാൽ നാനോ വൈറ്റിലാണ് കിച്ചൺ ടോപ്പിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 ഒറ്റപ്പാടുകളുടെ ചെറിയ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബിനുള്ള സ്പേസിന് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം സ്വിച്ച് പോയിന്റുകൾ ഈ ഭാഗങ്ങളിലായിട്ടെല്ലാം നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരെ മുകളിലായിട്ട് ഇവിടെ 2 വാളുകളുടെ ജനാലയും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകളും താഴ്ഭാഗത്തായിട്ട് ഡ്രോകളും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിലും ഡൈനിങ്ങിലും നമ്മൾ കണ്ട സെയിം ടൈലുകൾ തന്നെയാണ് ഈ അടുക്കളയ്ക്കുള്ളിലും ഇവർ ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് വരാം. അപ്പോൾ ഇവിടെയായിട്ടാണ് അടുക്കള മുറ്റത്തിന്റെ സ്ഥാനം. ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ സ്പേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി തൊട്ട് പിറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിറകിലായിട്ടെല്ലാം പൈനാപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. ഇതിന് പിറകിൽ ആ ഭാഗങ്ങളിലേക്ക് എല്ലാം പൈനാപ്പിൾ തോട്ടങ്ങളാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഈ സൈഡിലെല്ലാം വീടുണ്ട്. ഇതിന്റെ തൊട്ട് സൈഡുകളിലെല്ലാം വീട് ഉള്ള ഒരു സ്ഥലമാണ്. ഒറ്റപ്പെട്ട സ്ഥലമൊന്നും അല്ല എന്ന് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടെല്ലാം ചെറിയ മെറ്റലുകൾ തന്നെയാണ്. നമുക്ക് പച്ചക്കറി തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള അതിനുള്ള സ്ഥല സൗകര്യങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ വെള്ളത്തിന് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ കിണറുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ കിണറിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ കിണറിനെ ഇവരൊരു ഹാഫ് സർക്കിളായിട്ട് മാറ്റി ഇവിടെ ഒരു സ്ലാബൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാഫ് സർക്കിളിലാണ് ആ ഒരു കിണറിനെ ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെക്കുവാനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് സിലിണ്ടർ വേണേൽ ഇവിടെ വെക്കാം. പക്ഷെ സിലിണ്ടർ എടുത്ത് ഉയർത്തി പൊക്കി അവിടേക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ, സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ
തീർച്ചയായിട്ടും എത്ര ഉയരം വേണോ അത് നിങ്ങൾ അഭിപ്രായം കമന്റിൽ പറയട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഉയരം വേണ്ട, കുറച്ച് താഴെ ആയിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്ത്രീകൾക്ക് അയാൾ കൂടെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് പോണത്. ഈ വർക്ക് ഏരിയയുടെ കാര്യമല്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചുകൂടെ നമ്മൾ ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കവർ ചെയ്ത് അത്യാവശ്യം നല്ലൊരു വർക്ക് ഏരിയ സ്പേസിനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമുകളാണുള്ളത്. അതിനകത്ത് 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ്, 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമുകളിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഇവിടെ വാഷ് ഏരിയയുടെ ഇതിന് 2 സൈഡുകളായിട്ട്, ഒന്ന് അവിടെയായിട്ടും ഒന്ന് ഇവിടെയായിട്ടുമാണ് 2 ബെഡ്റൂമുകളുടെ സ്ഥാനം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പം ഈ ഒരു ബെഡ്റൂമിനുണ്ട്. നമുക്ക് നീളവും വീതിയും ഈ റൂമിന്റെ വലിപ്പവും ഒക്കെ കൃത്യമായിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 14.17 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9.87 അടിയാണ്. 139.82 സ്ക്വയർ ഫീറ്റ് ആണ്. 139.82 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 12.990 മീറ്റർ സ്ക്വയർ 12.990 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിയാൽ 2 ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല. ഇത് ഈ വീടിന്റെ കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ജനാലയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ് സ്വിച്ചുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്. മൾട്ടിവുഡിലാണ് വാർഡ്രോബിനെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ 3 ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോറി, മൾട്ടിവുഡ് അല്ലേ, അപ്പം ഇത് പ്ലൈവുഡ് ആണ് കേട്ടോ. സോറി, പ്ലൈവുഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മിററിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെ താഴത്തായിട്ട് അത്യാവശ്യം ഡ്രോകളും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വാർഡ്രോബ്. ഇനി ഫ്ലോറിന്റെ ടൈലുകളിലേക്ക് നോക്കാം. ലിവിംഗിലും ഡൈനിങ്ങിലും നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിംഗിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീലിംഗിനകത്ത് സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം വാം കളറിലുള്ള വെച്ച് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സിമ്പിൾ ഡിസൈൻ ആണ് ഇവിടെ ഈ ഒരു ബെഡ്റൂമിന്റെ സീലിംഗിനകത്തായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ബാത്റൂമിന്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ഇവിടെ ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ഡാർക്ക് കളറിനെ ഉപയോഗിച്ചിരിക്കുന്നു. നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂം, ഒരുപാട് വലുതാണെന്ന് അവകാശപ്പെടുന്നില്ല, എങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ട് തന്നെ ക്ലോസറ്റ് ഏരിയ. വാട്ടറോ എന്ന കമ്പനിയുടെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് വരുന്നത്. ഇവിടെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് അവിടെ കൊടുത്തേക്കുന്നതാണ്. തൊട്ട് ചേർന്ന് തന്നെ ഹീറ്റർ എന്നുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വലിയ റെയിൻ ഷവറിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനിലായിട്ട് നമുക്ക് വാഷ് ബേസിൻ, സൊറോണ എന്ന കമ്പനിയുടെ വാഷ് ബേസിൻ ആണ്. അത് പറഞ്ഞു ഓർത്തത്, കേരളത്തിൽ കൊറോണ പരന്നു തുടങ്ങിയിരിക്കുന്നു. ചെറിയ ഭീഷണി എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കുണ്ട് ചെറിയൊരു പേടി. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയണം കേട്ടോ. ഇനി നമുക്ക് തന്നെ ഇവിടെ മിററിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിനുള്ള പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഹാൻഡ് വാഷ് ഡിസ്പെൻസറിന് ഉള്ള സ്പേസും സാധനങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മളുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നമ്മളുടെ വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ ഭാഗത്തായിട്ടുള്ള രണ്ടാമത്തെ ഡോർ നമുക്ക് തുറക്കാം. ആദ്യത്തെ ബെഡ്റൂമിന്റെ അത്രയും വലുപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് വീതി വരുന്നത് 9.85 അടിയാണ്. നീളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 14.18 അടിയാണ്. 139.61 സ്ക്വയർ ഫീറ്റ് ആണ്. 139.61 സ്ക്വയർ ഫീറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പുറത്തെ ബെഡ്റൂമുമായിട്ട് നോക്കുമ്പോൾ. മീറ്റർ സ്ക്വയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ 12.970 മീറ്റർ സ്ക്വയർ ആണ്. 12.970 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് നമ്മളുടെ ബെഡ് സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ ഒറ്റപ്പാളികളുടെ ജനാല, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒറ്റപ്പാളികളുടെ ജനാല, ഇവിടെ 3 പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തികളിലും ജനാലകൾ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. 3 ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ കൊടുത്തിരിക്കുന്നു. താഴത്തായിട്ട് ഡ്രോകളും കൊടുത്തിരിക്കുന്നു. നമ്മളുടെ സെയിം അപ്പുറത്ത് നമ്മൾ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. വേറെ ഡിസൈൻസ് ഒന്നുമില്ല. ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിലും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിംഗിലേക്ക് നമുക്ക് നോക്കിയാൽ സിമ്പിൾ ഡിസൈൻ സീലിംഗ് വർക്കുകളാണ് ഇവിടെ സീലിംഗിനകത്തായിട്ട് കൊടുത്തേക്കുന്നത്. വലിയ ഡിസൈൻ വർക്കുകളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കുകളാണ് സീലിംഗിൽ ഇവർ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഫൈബർ ഡോറുകൾ തന്നെ, നമ്മൾ അപ്പുറത്ത് കണ്ട സെയിം ഡോറുകൾ തന്നെ. ഇനി ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഈ ബാത്റൂമും
ഒരുപാട് വലുതാണ് അവകാശപ്പെടുന്നില്ല. സെയിം അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ, വാൾ ബോക്സ്, ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്, ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ്, ഹീറ്ററിനുള്ള പോയിന്റ് തൊട്ട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സെൻട്രലായിട്ട് ബാത്ത് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ റെയിൻ ഷവറിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും സൊറോണയുടെ ആ ഒരു വാഷ് ബേസിൻ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മിററിനുള്ള സ്പേസും LED ലൈറ്റിനുള്ള സ്പേസും അവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ താഴത്തെ ബെഡ്റൂംസ് ഇത്രയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ സ്റ്റെയറിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്റ്റെയറിന്റെ പടികൾ ഗ്രാനൈറ്റും, വശങ്ങളിലെ ടൈലുകൾ ഫ്ലോറിൽ കൊടുത്തേക്കുന്ന സെയിം കളർ ടൈലുകളുമാണ്. കൈവരികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ കണ്ടുവരുന്ന തരത്തിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൈവരികളെ ഇവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വലിയ ഒരു ജനാലയും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നമ്മളുടെ ഒരു വലിയൊരു ലിവിങ് സ്പേസ് എന്നോ അതല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള വലിയൊരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നോക്കി ഇവിടെ കയറി അല്പം ഉള്ളിലേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഞാൻ പറഞ്ഞ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസും. താഴത്തെ ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്യണം, നല്ലൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാം. ഇത് നമ്മളുടെ താഴത്തെ വാഷ് ഏരിയക്ക് നേരെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ ഇവിടുത്തെ സീലിംഗ് വർക്ക് നോക്കി, താഴത്തെ നമ്മുടെ ആ ഒരു സീലിംഗ് വർക്ക് കണ്ടില്ലേ, അതേ ഡിസൈനിൽ തന്നെ ആ ഒരു ഓറഞ്ച് പാറ്റേൺസ് ഇവിടെയായിട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കി ആ ഒരു സ്ട്രിപ്പ് ലൈറ്റുകളും മറ്റുമൊക്കെ വെച്ച് താഴത്തെ അതേ ഡിസൈനൊക്കെ തന്നെയാണ് ഇവിടെയും ആ ഒരു സീലിങ്ങിനകത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് 3 പാളികളുടെ ജനാലയുണ്ട്. അപ്പോൾ ഈ 2 ജനാലകൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ DBയുടെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി ഇവിടെയും 2 ബെഡ്റൂമുകളാണ് ഈ ഒരു മുകളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. താഴത്തെ നിലയിൽ നമ്മളിപ്പോൾ കണ്ട ബെഡ്റൂമിന്റെ ഓൾമോസ്റ്റ് അതേ ഡിസൈനൊക്കെ തന്നെയാണ്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 14.2 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 9.89 അടിയാണ്. 140.39 സ്ക്വയർ ഫീറ്റ് ആണ്. 140.39 സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 13.043 മീറ്റർ സ്ക്വയർ, 13.043 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂം. താഴത്തേക്കാൾ കുറച്ചുകൂടെ വലുതാണ് എന്ന് നമുക്ക് പറയാം. 2 ഭാഗത്തായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. വാർഡ്രോബിന്റെ ഡിസൈൻ വരുമ്പോൾ താഴത്തെ 3 ഡോറുകളായിരുന്നെങ്കിൽ ഇവിടെ 2 ഡോറുകളായിട്ട് ചുരുക്കിയിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിംഗ് മിററിന്റെ സ്പേസ് നമുക്ക് കാണാം. താഴത്തെ ഡ്രോകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിന്റെ ടൈലുകളും സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സീലിംഗിലേക്ക് നോക്കിയാൽ ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം കൊടുത്തേക്കുന്നതാണ്. വലിയ ഡിസൈൻ ഒന്നും പറയുന്നില്ല, സിമ്പിൾ ഡിസൈൻ തന്നെ ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി ഇവർ ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. എന്തായാലും എല്ലാം വാം കളർ ടോൺ ലൈറ്റുകളാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥാനം. ഇപ്പൊ നേരെ ബാത്റൂമിനുള്ളിലേക്ക് വരാം. ബാത്റൂം നമ്മൾ താഴത്ത് കണ്ട 2ാമത്തെ ബാത്റൂം അതേപോലെ തന്നെ ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്, വട്ടേറയുടെ ക്ലോസറ്റ് സെറ്റ്, നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെയായിട്ട് നമുക്ക് ഹീറ്ററിനുള്ള പോയിന്റ് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. സെൻട്രലായിട്ടാണ് നമ്മളുടെ ബാത്ത് ഏരിയ വരിക. ഇവിടെ ചെറിയ റെയിൻ ഷവറിന് കേട്ടോ. ഇനി അറ്റത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിന്റെ സ്ഥാനം. മുകളിലത്തെ ബാത്റൂമുകൾക്കെല്ലാം ചെറിയ റെയിൻ ഷവർ ആണെന്ന് തോന്നുന്നു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ മുകളിലത്തെ നിലയിൽ 2ാമത്തെയും ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ 4ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറാം. ഇത് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ ഏകദേശം അതേ ഭാഗത്ത് മുകളിലായിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം നീളവും വീതിയും. ഏകദേശം 9.87 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. ഏകദേശം 14.21 അടിയാണ്. 140.18 സ്ക്വയർ ഫീറ്റ് ആണ്. 140.18 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുക 13.023 മീറ്റർ സ്ക്വയർ ആണ്. 13.023 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെ 2 ഭിത്തികളിലും ജനാലയുണ്ട്. ഈ ഭിത്തിയിൽ 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ബെഡ് സ്വിച്ചുകളുടെ സ്ഥാനം ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നുണ്ട്. വാർഡ്രോബ് ഇവിടെയും 2 ഡോറുകളേ ഉള്ളൂ. താഴത്ത് മാത്രമാണ് 3 ഡോറുകളുള്ള 2 കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ മുകളിലത്തെ 2 ബെഡ്റൂമുകൾക്കും ഈ 2 ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഡ്രസ്സിംഗ് മിററിൽ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷെൽഫും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രോകളും മറ്റും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലോറിന്റെ ടൈലുകൾ സെയിം എല്ലായിടത്തും ഒരേപോലത്തെ ഉള്ള ടൈലുകൾ തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ സിമ്പിൾ ഡിസൈൻ ആണ്. വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജിപ്സം സീലിംഗ് വർക്കാണ് കൊടുത്തേക്കുന്നത്.
ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. എല്ലാ ബാത്റൂമുകൾക്കും ഒരേ ഫൈബർ ഡോറുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാത്റൂമിലേക്ക് കയറാം. ഇത് കുറച്ചും കൂടെ വലിയ ബാത്റൂമാണ്. മുകളിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ആദ്യം കണ്ട ബെഡ്റൂമിന്റെ ബാത്റൂമും നമ്മൾ അവസാനം കണ്ട ബെഡ്റൂമിന്റെ ബാത്റൂമും ഏകദേശം ഒരേ പോകണം. ഇവിടെ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് വാട്ടറോടെ. അതേപോലെ ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ്, ഹീറ്ററിനുള്ള പോയിന്റ് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് കാണാം. ഇവിടുത്തെയും റെയിൻ ഷവർ ചെറിയ റെയിൻ ഷവറാണ് താഴത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസിൻ, സൊറോണയുടെ വാഷ് ബേസ് ആണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് ഈ വീടിന്റെ ബാൽക്കണി ഏരിയയിലേക്കാണ്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വീടിന്റെ ബാൽക്കണി സ്പേസ്. നമ്മൾ സ്റ്റെയർ കയറി വരുന്നു, ഇവിടെയായിട്ട് ജനാലകൾ നമ്മൾ കണ്ടു. ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് നേരെ നമ്മളുടെ ബാൽക്കണി സ്പേസിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പോർഷൻ നമ്മുടെ കവേർഡ് ആയിട്ടുള്ള ബാൽക്കണി സ്പേസ് ആണ്. അത് കൃത്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കാം. അപ്പൊ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ആ കവേർഡ് ആയിട്ടുള്ള പോർഷൻ ആ ഒരു വൈറ്റ് കളറിലെ ആ വീടിനുള്ളിലെ ഫ്ലോറിംഗ് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഗ്രേ കളറിലുള്ള ടൈലുകൾ, ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകൾ. ഈ ഭാഗം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. കൃത്യമായിട്ടും എത്രത്തോളം ഏരിയ ഉണ്ടെന്നുള്ള കാര്യം അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കി നല്ല സ്പേസ് ഈ ഒരു ബാൽക്കണി ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം എല്ലാം കട്ട കെട്ടിയാണ് ധരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയേ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നല്ല രസമാണ്. ഈ ഭാഗം ഇച്ചിരി നമുക്ക് സൂം ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ ആ ഭാഗമൊക്കെ. അവിടെയായിട്ട് നമുക്ക് ടൗണിന്റെ ഭാഗങ്ങളിൽ അല്ലെ ടൗൺ ഏരിയ മറ്റുമൊക്കെ അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. അപ്പോൾ ഇതൊരു നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്, അല്ലെ കാഴ്ചയൊക്കെ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ടെറസിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ നല്ല രസമായിരിക്കും. ഇതിന്റെ മുകളിലേക്ക് കയറാം. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ ഒരു ബാൽക്കണി സ്പേസിന് നമ്മുടെ സിറ്റ് ഔട്ടിലേതുപോലെ തന്നെ തൂണുകൾക്ക് നല്ലൊരു ടെക്സ്ചർ വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഇറങ്ങാം. ദാ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഈ കാണുന്ന ഡോറില്ലേ, ഈ ഡോർ തുറന്ന് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് നമുക്ക് പോവാം. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ2 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടെയായിട്ട് ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്ന നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മളുടെ ആ ഒരു ബാൽക്കണി ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഗ്രേ കളറിൽ ആ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളിലെ ആ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വശങ്ങളെല്ലാം കൃത്യമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ലോണ്ടറി സ്പേസ്, വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഇരുമ്പ് ഡോറുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡോറുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ടെറസിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പൈനാപ്പിൾ തോട്ടം. അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു പൈനാപ്പിൾ തോട്ടമാണല്ലേ. സംഗതി ഉള്ള നല്ല രസമുണ്ട് പൈനാപ്പിൾ തോട്ടം ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ സൺഷെയ്ഡിന് മുകളിലൂടെ ആയിട്ടാണ് ഇവിടെ പടികൾ വരുന്നത് ടെറസിലേക്ക് കയറുവാനായിട്ട്. അപ്പോൾ ആ പടികളുടെ മുകളിലായിട്ട് മഴ നനയാതിരിക്കാനായിട്ട് അവിടെയായിട്ട് നമുക്ക് ഷീറ്റ് വെച്ച് കൃത്യമായിട്ടും അവർ മറച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ 1000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനുള്ള സ്റ്റാൻഡും ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ദാ ഇവിടെയാണ് ടെറസ് സ്പേസ്. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചുറ്റുപാടൊക്കെ കാണാൻ പറ്റും. ഇതിനോട് തൊട്ട് വീടുകൾ ഇവിടെ അങ്ങിങ്ങായിട്ടെല്ലാം ഉണ്ട്. തൊട്ട് ചേർന്ന് തന്നെ വീടുകളുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ ആളുകൾ താമസമുള്ളതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ വിൽക്കാൻ ഈ ഒരു വീട് കൂടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വീടുകളും വിറ്റ് പോയിട്ടുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു വീടിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ ഒരു വീടിന്റെ വില എന്താണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. 4.2 സെന്റിനകത്തായിട്ട് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം ഉള്ള വീടാണ്. 4 ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഒരു 139 പ്ലസ് സ്ക്വയർ ഫീറ്റ്, 140 ആ ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ബെഡ്റൂമുകളാണ്. 4 ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമുകളാണ്. 2 വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഇന്ന് അടുത്തായിട്ടാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് വരുന്നത്. ഏകദേശം 10 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിന്റെ ഫേസ് 2 ഏകദേശം അതും 10 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അതേപോലെ തന്നെ പഴന്തോട്ടം അടുത്താണ്, വളരെ അടുത്തായിട്ടാണ്. ഏകദേശം 5 കിലോമീറ്റർ 6 കിലോമീറ്റർ താഴത്തായിട്ടാണ് വരുന്നത്. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സ്ഥലം കൂടെ ഉണ്ട് ഇതിനടുത്തായിട്ട്, പൊന്നൂർക്കോട് എന്ന് പറയുന്ന സ്ഥലം. പൊന്നൂർക്കോട്ട് മന എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? പൊന്നൂർക്കോട്ട് മന മനയെ പറ്റി കേട്ടിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റിൽ താഴെ പറഞ്ഞു. വളരെ ചരിത്ര
പരമായ വളരെയേറെ എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പൊന്നൂർ കൂട്ടുമനയും മറ്റു കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന ഒരു കമൻറ്റിൽ പറയുക. നമുക്ക് എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ മന സന്ദർശിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രൈസിലേക്ക് വരാം. പ്രൈസൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ഡീലിൻ്റെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്ക്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തിയേക്ക്. അതൊക്കെ നല്ലതല്ലേ, ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 69 ലക്ഷം രൂപയാണ്. 69 ലക്ഷം രൂപയ്ക്കകത്ത് ഏകദേശം 13.8 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാം. ദിവസേന ഏകദേശം നമുക്ക് EMI ഇനത്തിൽ വരുന്നത് ഏകദേശം ഒരു 1380 രൂപയോളം. ഡെയിലി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമ്മുടെ EMI ആയിട്ട് കാൽക്കുലേറ്റ് ആക്കി നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് ഹെൽപ്പും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനുള്ള നമ്പറും ഫിനാൻസിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. എന്നിട്ട് നേരിട്ട് വന്ന് സ്ഥലം കാണുക, പണികളൊക്കെ കാണുക, ഏരിയ ഒക്കെ കാണുക, മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉതകുന്നതാണോ നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവർ മുമ്പോട്ട് പോവുക. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം ബാർഗെയിൻ ചെയ്യേണ്ടതുമൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാർഗെയിൻ ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് അതിലും ഒരു കാര്യമാണ്, നിങ്ങളുടെ പക്കൽ ഇതേപോലെ നല്ല നല്ല ഡീലുകൾക്കൊക്കെ ഉണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഡീലുകളുണ്ട്. നിങ്ങൾക്ക് ചാനലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അത്തരത്തിലുള്ള ഡീലുകൾ ആളുകളിലേക്ക് എത്തിക്കാം. അപ്പോൾ ചാനലിനെ കോൺടാക്ട് ചെയ്യാൻ 360stardeal@gmail.com എന്ന മെയിൽ ID ഉണ്ട്. ആ മെയിൽ IDയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു ഡീൽ മറ്റും വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.